നമസ്കാരം. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന്റെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി നടനെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ ഇനിയും വലയിലാക്കാൻ കഴിയാതെ കുഴങ്ങി പോലീസ്. കസ്റ്റഡിയിലെടുത്ത ആൾക്ക് കേസുമായി ബന്ധമില്ലെന്ന് ബാന്ദ്ര പോലീസ് വ്യക്തമാക്കി. CCTV ദൃശ്യവുമായി സാമ്യമുള്ളതിനാലാണ് ഇയാളെ ചോദ്യം ചെയ്തതെന്നും പോലീസ് വിശദീകരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 2:30 മുംബൈയിലെ ബാന്ദ്രയിലെ ബഹുനില അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയയാൾ സെയ്ഫിനെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത്. നട്ടലിൽ കുത്തിയ കത്തിയുടെ ഒരു ഭാഗം കുടുങ്ങിയ നിലയിലായിരുന്നു സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രതിയുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടെങ്കിലും ഇതുവരെ പിടികൂടാൻ കഴിയാത്തത് നാണക്കേടായി. ആക്രമണത്തിൽ സെയ്ഫിന് പുറമെ അദ്ദേഹത്തിന്റെ 4 വയസ്സുകാരൻ മകൻ ജഹാംഗീർ, മലയാളിയായ ഏലിയാമ്മ ഫിലിപ്പ്, മറ്റൊരു വീട്ടു സഹായി എന്നിവർക്കും പരിക്കേറ്റിരുന്നു. ഏലിയാമ്മ ഫിലിപ്പാണ് ആദ്യം അക്രമിയെ കണ്ടത്. ഇയാൾ 35-നും 40-നും ഇടയിൽ വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയായിരുന്നു. സെയ്ഫിന്റെ 11ാം നിലയിലെ അപ്പാർട്ട്മെന്റിലാണ് ഇയാൾ കടന്നു കയറിയത്. ഏലിയാമ്മ 4 വർഷമായി ഖാൻ കുടുംബത്തിനൊപ്പം ജോലി ചെയ്യുന്നു. സെയ്ഫ് കരീന ദമ്പതികളുടെ ഇളയകുട്ടി ജഹാംഗീറിനെ ഉറക്കാൻ കിടത്തിയ ശേഷം 3 മണിക്കൂർ പിന്നിടുമ്പോൾ പുലർച്ചെ 2 മണിയോടെ വീട്ടിൽ ചില ശബ്ദങ്ങൾ കേട്ടാണ് താൻ ഉണർന്നതെന്ന് ഏലിയാമ്മ പോലീസിനോട് പറഞ്ഞു. അക്രമി ആദ്യം ജയയുടെ മുറിയിലാണ് പ്രവേശിച്ചതെന്നും ഏലിയാമ്മ പറഞ്ഞു. ശുചിമുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നതും ലൈറ്റ് ഓൺ ആക്കിയതും ശ്രദ്ധിച്ചു. ജയയെ നോക്കാൻ അമ്മ കരീന കപൂർ വന്നതാണെന്നാണ് ആദ്യം കരുതിയത്. ഞാൻ വീണ്ടും ഉറങ്ങാൻ പോയെങ്കിലും എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. എണ്ണീറ്റ് വന്ന് നോക്കിയപ്പോൾ ഒരാൾ ശുചിമുറിയിൽ നിന്ന് പുറത്തു വരുന്നതും ജയയുടെ മുറിയിലേക്ക് പോകുന്നതും കണ്ടുവെന്നും അവർ പറഞ്ഞു. ഞാൻ വേഗം എണ്ണീറ്റ് ജയയുടെ മുറിയിലെത്തി. അക്രമി അപ്പോൾ വിരലുകൾ കൊണ്ട് ആംഗ്യം കാട്ടി ശബ്ദമുണ്ടാക്കരുതെന്നും ആരും പുറത്തു പോകില്ലെന്നും ഹിന്ദിയിൽ ഉച്ചത്തിൽ പറഞ്ഞു. ജയയെ എടുക്കാൻ വേണ്ടി ഞാൻ മുന്നോട്ട് കുതിച്ചപ്പോൾ കൈയിൽ മരവടിയും നീളമുള്ള ഹാക്സ ബ്ലേഡും ഉണ്ടായിരുന്ന അയാൾ എന്റെ നേരെ പാഞ്ഞെത്തി ആക്രമിക്കാൻ നോക്കിയപ്പോൾ ഞാൻ കൈകൊണ്ട് ചെറുക്കാൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ 2 കൈത്തണ്ടകൾക്ക് അടുത്തും ഇടത് കൈയുടെ നടുവിരലിലും ഹാക്സ ബ്ലേഡ് കൊണ്ട് മുറിവേറ്റു. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് പണമാണ് വേണ്ടതെന്നായിരുന്നു മറുപടി. എത്ര വേണം? അപ്പോൾ അയാൾ ഇംഗ്ലീഷിൽ 1 കോടി എന്ന് പറഞ്ഞു. 56-കാരിയായ ഏലിയാമ്മ ഫിലിപ്പ് താൻ പോലീസിന് കൊടുത്ത മൊഴി മാധ്യമങ്ങളോടും ആവർത്തിച്ചു. ഏലിയാമ്മയുടെ നിലവിളി കേട്ടാണ് സെയ്ഫ് അലി ഖാനും കരീനയും പെട്ടെന്ന് മുറിയിലേക്ക് ഓടിയെത്തിയത്. അക്രമിയോട് സെയ്ഫ് എന്താണ് തനിക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയാൾ നടനെ ബ്ലേഡും മരവടിയുമായി ആക്രമിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ സെയ്ഫ് സാർ അയാളുടെ പക്കൽ നിന്ന് കുതിരിമാറി. മുറിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഓടി മാറി ഡോർ അടച്ചു. പിന്നീട് എല്ലാവരും മുറിയുടെ മുകളിലേക്ക് പോയി. അക്രമി പിന്നീട് എങ്ങനെയോ രക്ഷപ്പെട്ടുവെന്നും ഏലിയാമ്മ പറഞ്ഞു. അതേസമയം ഭവനഭേദനത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണത്തിന്റെ 2 മണിക്കൂർ മുമ്പ് ആരും കെട്ടിടത്തിൽ പ്രവേശിക്കുന്നതായി CCTVയിലും കാണുന്നില്ല. എന്നാൽ രക്ഷപ്പെടുന്നതിനിടെ 6ാം നിലയിലെ CCTVയിൽ ഇയാളുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. ഫയർ എസ്കേപ്പ് വഴി അക്രമി രക്ഷപ്പെട്ടെന്നാണ് പോലീസ് കരുതുന്നത്. അതേസമയം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. നടൻ അപകടനില പൂർണ്ണമായും തരണം ചെയ്തുവെന്നാണ് അധികൃതർ അറിയിച്ചത്. നടന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റി. ആരോഗ്യനില തൃപ്തികരമാണെന്നും ചികിത്സ തുടരുമെന്നും ലീലാവതി ആശുപത്രി അധികൃതർ അറിയിച്ചു. സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ടെന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ നിതിൻ നാരായൺ ഡാങ്കയും പറഞ്ഞു. സെയ്ഫിന് നന്നായി നടക്കാൻ കഴിയുന്നുണ്ട്. വേദനയോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. ICUവിൽ നിന്ന് അദ്ദേഹത്തെ പ്രത്യേക മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അണുബാധ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ഒരാഴ്ചയോളം സന്ദർശകരെ വിലക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.